പലരും പലതും പറയുമ്പോൾ കവിതാ ശലകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കവിതയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. ഫേസ്ബുക്കിൽ ഒരു രസകരമായ കവിത കണ്ടു, അത് ഞാൻ ചൊല്ലുന്നു. എല്ലാവരും കേട്ട് അഭിപ്രായം പറയുക, ആരും കാണാതെ പോകരുത്. ഇന്ന് കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് ഒരു വ്യൂ ആണ് കിട്ടിയത്, ഒരു വ്യൂ. അതുപോലെ ആവരുത്, എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, മനസ്സിലായോ? പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക പ്ലീസ്. ഒരു മനുഷ്യനും കാണുന്നില്ല എൻ്റെ ചാനൽ. ശ്രീ രാജു വിജയൻ കവി എഴുതിയ കവിതയാണ്. ഓഗസ്റ്റ് 23 5:35 AM അദ്ദേഹം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കവിത. രാജു വിജയൻ്റെ കവിത യാചകൻ. ഒന്നിനു വേണ്ടി മാത്രം മണ്ണിൽ യാചിക്കരുതേ നിങ്ങൾ, ആ യാചകവേഷം കെട്ടുകിലവരുടെ കോമാളിച്ചിരിയാകാം. കരളുപിടഞ്ഞു പുകഞ്ഞെന്നാലും യാചിക്കരുതേ നിങ്ങൾ, കടല് കലക്കും കണ്ണീരാലെ കോമാളിച്ചിരിയാകാം. നൊന്തു വരണ്ടു പിളർന്നെന്നാലും യാചിക്കരുതേ നിങ്ങൾ, കരിമുകിൽ പോലെ അലറിയൊരുകും കോമാളിച്ചിരിയാകാം. അഗ്നി പെരുത്തു വിയർത്തെന്നാലും യാചിക്കരുതേ നിങ്ങൾ, കാനനസന്ധികൾ ചോക്കും പോലെ കോമാളിച്ചിരിയാകാം. നീയില്ലെന്നാൽ ഞാനില്ലെന്നത് യാചിക്കരുതേ നിങ്ങൾ, എലിയുടെ മുന്നിലെ മാർജാരച്ചിരി ചെവികളിൽ ചിരിയൊലി തീർക്കും. സ്നേഹിക്കാനായി മാത്രം ഇവിടെ യാചിക്കരുതേ നിങ്ങൾ, ആ യാചകവേഷം പോലും ഇവിടെ ഒരു ഭ്രാന്തൻ ചിരിയിലൊതുക്കും. ഒരു ഭ്രാന്തൻ ചിരിയിലൊതുക്കും. ഇനി ഞാനത് ട്യൂൺ ചെയ്യുന്നു, കമ്പോസ് ചെയ്യുന്നു. ഇഷ്ടമുള്ളവർ അത് ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ട് ഇറക്കും. എന്നെ തന്നെ ഗായകനാക്കും, ഞാൻ യേശുദാസിനെ പോലെ പാടും. നോക്കൂ, നിങ്ങൾ കേൾക്കൂ, എന്നിട്ട് തീരുമാനിക്കൂ. ഒന്നിനു മാത്രം മണ്ണിൽ യാചിക്കരുതേ നിങ്ങൾ, ആ യാചകവേഷം കെട്ടുകിലവരുടെ കോമാളിച്ചിരിയാകാം. അവിടെ ബീറ്റ്. ആ യാചകവേഷം കെട്ടുകിലവരുടെ കോമാളിച്ചിരിയാകാം. കരളു പിടഞ്ഞു പുകഞ്ഞെന്നാലും യാചിക്കരുതേ നിങ്ങൾ, കടലുകലക്കും കണ്ണീരാലേ കോമാളിച്ചിരിയാകാം. നൊന്തു വരണ്ടു പിളർന്നെന്നാലും യാചിക്കരുതേ നിങ്ങൾ, ആ നൊന്തു വരണ്ടു പിളർന്നെന്നാലും യാചിക്കരുതേ നിങ്ങൾ, കരിമുകിൽ പോലെ അലറിയുരുകും കോമാളിച്ചിരിയാകാം. അഗ്നി പെരുത്തു വിയർത്തെന്നാലും യാചിക്കരുതേ നിങ്ങൾ, കാനനസന്ധ്യകൾ ചോക്കും പോലെ കോമാളിച്ചിരിയാകാം. നീയില്ലെന്നാൽ ഞാനില്ലെന്നത് യാചിക്കരുതേ നിങ്ങൾ, എലിയുടെ മുന്നിലെ മാർജാരച്ചിരി ചെവികളിൽ ചിരിയൊലി തീർക്കും. സ്നേഹിക്കാനായി മാത്രം ഇവിടെ യാചിക്കരുതേ നിങ്ങൾ, ആ യാചകവേഷം പോലും ഇവിടെ ഒരു ഭ്രാന്തൻ ചിരിയിലൊതുക്കും. ആ യാചകവേഷം പോലും ഇവിടെ ഒരു ഭ്രാന്തൻ ചിരിയിലൊതുക്കും. നിങ്ങൾക്ക് ഈ കവിത ഞാൻ ട്യൂൺ ചെയ്ത് ഇഷ്ടമായോ? ഇഷ്ടമായാലും ഇല്ലെങ്കിലും പ്ലീസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് എല്ലാവരും കാണൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, നല്ലത് മാത്രം കമൻറ്റ് ചെയ്യൂ. ഇനിയും നല്ല അതൊരു പ്രചോദനമായി ഞാൻ ഇനിയും നല്ല കണ്ടൻസ് കൊണ്ടുവരാം. ഒരു മനുഷ്യന് തിരിഞ്ഞു നോക്കുന്നില്ല, ഞാൻ മാത്രമേ കാണുന്നുള്ളൂ. അതാണ് ആ ഒരു വ്യൂ. ഇത് ഒരു യാചനയായി കണക്കാക്കൂ. ഇതെൻ്റെ യാചനയാണ്. ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും സഹകരിക്കുക. നിങ്ങൾ എത്രയോ വീഡിയോസ് കാണുന്നില്ലേ? ഒരു അമർത്തിയ പോലെ നിങ്ങൾക്ക് എന്താണ് ചിലവ്? എന്തായാലും നിങ്ങൾ വീഡിയോ വെറുതെ യൂട്യൂബിലിരുന്ന് കുത്തിയിരുന്ന് കാണുന്നില്ലേ? ഈ ഉള്ളവൻ്റെ വീഡിയോയും കാണൂ. എല്ലാ ദിവസവും ഞാൻ കണ്ടിട്ട് തരാം. പ്ലീസ്.